മറ്റൊന്ന്, ഗസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. അത് അമേരിക്കയുടെ സമാധാന കരാർ ഗസയിലുണ്ട്. ഗസയിൽ ആക്രമണം നടത്തരുത് എന്നുള്ള തീരുമാനം അമേരിക്ക അടക്കം മധ്യസ്ഥരായി എടുത്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട്, പൂർണ്ണമായും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങളിലും ഒപ്പം ആശുപത്രികളിലും അഭയാർത്ഥി ക്യാമ്പുകളിലുമൊക്കെ ഇസ്രായേൽ കടുത്ത ആക്രമണം അഴിച്ചുവിടുകയാണ്. ശനിയാഴ്ച മാത്രം ഏതാണ്ട് 17ഓളം സാധാരണക്കാർ അവിടെ കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടായി. അതീവ ഗുരുതരമായി ഗാസയിലെ സാഹചര്യം തുടരുകയാണ്. ജനങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഭക്ഷണമില്ല, മരുന്നില്ല, വസ്ത്രങ്ങളില്ല. അങ്ങനെ വല്ലാതെ അസ്വസ്ഥമായി ജീവിക്കുന്ന, ഗതികെട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കാഴ്ച ഈ ഏരിയൽ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. BBC അടക്കമുള്ള, അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിടുന്നുണ്ട്, ദൃശ്യങ്ങളടക്കം പുറത്തുവിടുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിൻ്റെ സർവേയിലൊക്കെ നെതന്യാഹു വളരെ പുറകിലാണ്. നെതന്യാഹുവിൻ്റെ ജനപ്രീതിയൊക്കെ 60% ഇടിഞ്ഞ പശ്ചാത്തലമുണ്ട്. യുദ്ധത്തിൽ ലക്ഷ്യങ്ങളൊന്നും കൈവരിച്ചില്ല എന്നാണ് ജനങ്ങൾ പൊതുവെ വിശ്വസിക്കുന്നത്, പ്രത്യേകിച്ചും ഇറാൻ യുദ്ധത്തിൽ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധ രീതി കഴിഞ്ഞ അടുത്ത 2 മാസം കൂടി നിലനിർത്തുക എന്നുള്ളത് നെതന്യാഹുവിൻ്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നടപടി അല്ലെങ്കിൽ ഈ ആക്രമണം എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനോദ്, അതിന് പിന്നിൽ മറ്റു യാതൊരു കാരണവുമില്ല. കാരണം ഇപ്പോൾ ഗസയ്ക്ക് അല്ലെങ്കിൽ ഹമാസിന് തിരിച്ചടിക്കാനുള്ള ശേഷിയില്ല. അവർ പൂർണ്ണമായും നിരായുധരാണ്. അവരതിന് സമ്മതിക്കുകയും ചെയ്ത പശ്ചാത്തലമൊക്കെയുണ്ട്. അവിടെയാണ് വീണ്ടും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം. അത് വൈകാരികമായി ഇസ്രായേൽ ജനം കാണുകയും ചെയ്യും. രഞ്ജിത്ത്, എല്ലാ കാലവും ഒരു കണ്ണീര് തന്നെയാണ് ഗസ. അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം എത്രയോ കാലമായി മരിക്കുന്ന കാഴ്ചയുണ്ട്. ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഉണ്ടാകാറുണ്ട്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വലിയ സജീവമായതാണ്. അത് ഹമാസിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രകോപനം ഉണ്ടായി എന്നതാണ്. ഇസ്രായേൽ അല്ല ആദ്യം ആക്രമിച്ചത്, മറിച്ച് ഹമാസിൻ്റെ ഭാഗത്തു നിന്നാണ് ആക്രമണം ഉണ്ടായത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. ഹമാസ് അന്ന് നടത്തിയ ആ ഒരു ആക്രമണമാണ് എന്നതാണ് പ്രധാനമായും ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാദം. ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് തുടരെ അകാരണമായി ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന ഒരു കാര്യം. പക്ഷേ അവിടെ നിന്ന് സ്ഥിതികളെല്ലാം മാറി ഹമാസ് നിരായുധീകരണ കരാറിലേക്ക് പോവുകയാണ്. 2ാം ഘട്ട ചർച്ച അമേരിക്കയുമായി നടത്തി അവർ പൂർണ്ണമായും ആയുധം വയ്ക്കുന്നു എന്ന തരത്തിലുള്ള നിലയിലേക്ക് എത്തുമ്പോഴാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഏതാണ്ട് 35 ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വലിയ തോതിലുള്ള ആക്രമണം ഗസയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇസ്രായേലിൽ വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ്, അതുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധത്തെ നമ്മൾ കൂട്ടി വായിക്കണം. കാരണം നെതന്യാഹുവിൻ്റെ ജനപ്രീതി ഇടിയുകയാണ്. യുദ്ധം നിലനിർത്തിയാൽ മാത്രമേ ഈ ഒരു ദേശവികാരം അല്ലെങ്കിൽ ദേശസ്നേഹം എന്ന ആ വികാരം ആളിക്കത്തിച്ചുകൊണ്ട് ജനങ്ങളെ ഒപ്പം നിർത്താൻ കഴിയൂ. പല രാജ്യങ്ങളും എടുക്കുന്നൊരു തന്ത്രമാണ് തിരഞ്ഞെടുപ്പാകുമ്പോൾ ശത്രുരാജ്യങ്ങളുമായി യുദ്ധത്തിലേർപ്പെടുകയും ആ ജനങ്ങളുടെ ഒരു വികാരം ഉണർത്തി അത് ഭരിക്കുന്ന പാർട്ടിക്ക് അനുകൂലമായി കൊണ്ടുവരികയും ചെയ്യുക എന്നൊരു തന്ത്രമുണ്ട്. അങ്ങനെ ഒരു തന്ത്രം തന്നെയാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിന്നുള്ള മുൻ പ്രധാനമന്ത്രിയുടെ ബെനറ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമുക്ക് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. ബെനറ്റിൻ്റെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഇറാനല്ല ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ശത്രു, മറിച്ച് ഖത്തറാണ്. പലപ്പോഴും ഹമാസിന് പണം നൽകുന്നത് ഖത്തറാണ്. അതുകൊണ്ട് ഖത്തറിനെ 1ാമത്തെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ അങ്ങനെ ഒരു ആക്രമണം നടത്തും. അതും തീർച്ചയായും ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ്, ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു പ്രസ്താവനയായി വേണം നമ്മൾ അതിനെ കാണാൻ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 2 മാസം ഈ സംഘർഷം നിലനിർത്തുക എന്നത് ഇസ്രായേലിലെ നേതാക്കളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ അങ്ങനെ ഒരു വികാരത്തിലേക്ക് പോവുകയാണ്. പക്ഷേ നമുക്കറിയാം, പലപ്പോഴും ലെബനനിലേക്കും മറ്റുമൊക്കെ തന്നെ ഈ ആക്രമണം നടത്തുമ്പോൾ, യമനിലേക്കുമൊക്കെ ആക്രമണം നടത്തുമ്പോൾ അത് പാടില്ല എന്നാണ് ഇറാൻ അവരുടെ സമാധാന കരാറിൻ്റെ ഭാഗമായൊക്കെ പറയുന്നത്. അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അത് അങ്ങനെ പാടില്ല എന്ന കാര്യം പറയുന്നു. ആദ്യത്തെ ഈ 60 ദിവസത്തെ വെടിനിർത്തൽ ലംഘനം ഉണ്ടായത് തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ലെബനനിലേക്ക് ആക്രമണം ഉണ്ടായതോടുകൂടിയാണ്. അവിടെയാണ് ഇറാന് പ്രകോപനം ഉണ്ടാകുന്നതും തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നതും. അങ്ങനെ ഈ സഖ്യരാജ്യങ്ങൾ ചേർന്നുള്ള ഒരു കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ തന്നെ വരുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ പശ്ചിമേഷ്യയിൽ അശാന്തി അങ്ങനെ തന്നെ തുടരുകയാണ്. സമാധാനം അകലെ എന്ന ഒരു നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഇനിയുള്ള ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയുമായി ഒരു ചർച്ചയുമില്ല എന്ന് ഇറാൻ പറയുന്നു. ഒമാനുമായി ചർച്ചയാണ് നടക്കുന്നതെന്ന് പറയുന്നു. ഹമാസ് ആകട്ടെ വെടിനിർത്തലിന് സന്നദ്ധമായെങ്കിലും പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഇസ്രായേലിനെ ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗസയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ തീർച്ചയായും ഇതിനൊരു തിരിച്ചടിയുമായി വരുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് അതാണ്. അതിനുള്ളിലാണ് രാഷ്ട്രീയം ഒളിഞ്ഞു കിടക്കുന്നത്. ശരി, വി വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.